എലിക്കുളം ഹരിതകർമ്മസേന 2018-ലാണ് ആരംഭിച്ചത്. ഏതാണ്ട് 4 വർഷക്കാലമായിട്ട് നമ്മൾ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പഞ്ചായത്ത് നമുക്ക് ഹരിതകർമ്മസേനയ്ക്ക് വണ്ടി സ്വന്തമായിട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. ജനകീയാസൂത്രണ പദ്ധതിയുടെ കേരള വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ കഴിഞ്ഞ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ മേടിച്ചതാണ് ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ഓട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഏറ്റവും നമ്മുടെ പഞ്ചായത്തിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ഏറ്റവും ഉജ്ജ്വലമായി പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. എല്ലാ മേഖലയിലും ഇപ്പോൾ MCFിലേക്കും മിനി MCയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഓട്ടം മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഔപചാരികമായ മഴ വരുന്നു. അതുകൊണ്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗിരീഷ് എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ രമേശ് ചേട്ടൻ പൂഞ്ഞാർ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അൻഷാദിൻ്റെ കോർഡിനേറ്ററാണ്. അതോടൊപ്പം തന്നെ ഹെസ്താറുണ്ട്. എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഔപചാരികമായി ഇതിൻ്റെ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗിരീഷ്. വളരെ നമുക്കറിയാം ഹരിതകർമ്മസേനയുടെ രൂപീകരണം സമയത്ത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം. എല്ലാ പഞ്ചായത്തുകളിലും അവർക്ക് വേണ്ടത്ര രീതിയിലുള്ള ഒരു പരിഗണന ലഭിക്കാതിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിൽ നിന്ന് പോലും ഇതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചുള്ള ഒരു പ്രാധാന്യം, വലിയ ഇടപെടലുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന ഗവൺമെൻറ്റും നടത്തിയതിന് ശേഷമാണ് ഇത്തരമൊരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. ആ കടന്നു വരുന്ന ഘട്ടത്തിൽ പോലും മുഴുവൻ ജനങ്ങളും മുഴുവൻ ആൾക്കാരും നമ്മളോട് ആ രീതിയിൽ നമ്മൾ കാണുന്ന തരത്തിലേക്ക് നമ്മളോട് പ്രതികരിക്കുന്ന ഒരു സമീപനമില്ലായിരുന്നു. ഞാൻ മുമ്പേ ആദ്യം സൂചിപ്പിച്ച തരത്തിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പല പഞ്ചായത്തുകൾക്കും വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിട്ടു. വലിയ ഇടപെടലുകൾ എലിക്കുളം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ വളർത്തിയെടുക്കുന്നതിലും പൊതുസമൂഹത്തിൽ ഇതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചൊരു ബോധമെത്തിക്കുന്നതിനും വലിയ സ്ട്രെയിൻ എടുത്തിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾക്കറിയാം, സ്വാഭാവികമായും പ്ലാസ്റ്റിക് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ വലിയ തോതിലുള്ള നാട്ടിലുണ്ടാക്കിയിട്ടുള്ള പ്രത്യാഘാതം എന്താണ് എന്നതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും പഠിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം വേസ്റ്റുകളെല്ലാം, ഈ വേസ്റ്റ് അടക്കമുള്ള എല്ലാ വേസ്റ്റുകളെയും മാനേജ് ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങളാണ് ഹരിതകർമ്മസേന മുഖ്യമായും ഏറ്റെടുത്തിട്ടുള്ളത്. അതുവഴി വലിയ സേവനമാണ് ഹരിതകർമ്മസേന അംഗങ്ങൾ ചെയ്യുന്നത്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് എത്തിക്കുവാനുള്ള വലിയ ശ്രമം ഭരണസമിതിയേറ്റ് നടപ്പാക്കുന്നുണ്ട്. മാതൃകാപരമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതൊക്കെ ഞാൻ നിങ്ങളോട് വിവരിക്കേണ്ടതില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ കാര്യങ്ങളെ സംബന്ധിച്ച് പൊതുസമൂഹത്തിന് വലിയ മതിപ്പുള്ള ഒരു ഭരണസമിതി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത ഭരണസമിതി നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷാജിയെയും ഒക്കെ ജില്ലാ പഞ്ചായത്തിന് വേണ്ടി ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ ഓട്ടോയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ആധുനിക സമൂഹത്തിലെ സാധാരണക്കാരന് പ്രയാസമാകുന്ന പല പ്രശ്നങ്ങൾക്കും ബദലുകൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ബദലുകളുടെ ഭാഗം കൂടിയായിട്ടാണ് ഈ ഓട്ടോയെ വാങ്ങാവുള്ളൂ എന്ന് നിർദ്ദേശിക്കാൻ കാരണം. അങ്ങനെ വരുമ്പോൾ ഇന്ധനത്തിന് ഉള്ള പ്രശ്നത്തിൻ്റെ പേരിലുള്ള ആ വിലവർദ്ധനമേ നമുക്ക് ബാധിക്കില്ല. 2, കാർബൺ ബഹിർഗമനം വളരെ കുറയ്ക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഈ ഓട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി എല്ലാ നിയോജകമണ്ഡലങ്ങളും ഇപ്പം തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പഞ്ചായത്തിൽ 1 എന്ന രൂപത്തിൽ ചാർജിങ് സ്റ്റേഷനും കൂടി ആരംഭിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി എല്ലാ വാർഡിലും ചാർജിങ് സ്റ്റേഷനും കൂടെ വരും നമ്മുടെ ഓട്ടോയ്ക്കുള്ള ഇന്ധനം നിറയ്ക്കുന്നതിൻ്റെ ഭാഗമായി. അപ്പം ഗ്രാമപഞ്ചായത്തും പഞ്ചായത്ത് ഭരണസമിതിയുമായിട്ടുള്ള ഒരു പൊക്കിൾക്കുടി ബന്ധം പോലെ തന്നെ ഹരിതകർമ്മസേന പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ ഉള്ള എല്ലാ സഹായങ്ങളും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും
നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തരുന്നതിന് നിങ്ങൾക്ക് അഭിമാനിക്കാം. അതിന് അദ്ദേഹത്തെ ഹരിത കേരള മിഷന് വേണ്ടി പ്രത്യേകം അഭിനന്ദനം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൽ എന്നെ വിളിച്ചതിന് 2 വാക്ക് സംസാരിക്കാൻ അവസരം തന്നതിനുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാർത്ത